लिखा एक कहानी जो ये यादों में जुड़ी। सफर थे कुछ अधूरे थे वो राहों से जुड़ी। बेख्याल बेखबर हूँ आज भी वही खड़ा हूँ, भीड़ में अकेला हूँ यहाँ। उंगलियाँ ये फिर से थामूं, आंचलों में सर झुकाऊं, जुगनुओं से बातें हो जहाँ। हो तेरा हो मेरा बनाया एक जहाँ, एक जहाँ, एक जहाँ, एक जहाँ। ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കാം. എല്ലാവർക്കും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് സന്ധ്യാ നമസ്കാരം നിർവഹിക്കും. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ സത്യമുള്ള ദൈവത്തിന്റെ നാമത്തിലേക്ക് സ്തുതി. നമ്മുടെ മേൽ തന്നെ കരുണയും മനോഗുണം എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും തന്നെ സ്തുതിയോട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നുവനുവാനിരിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സുഖാവേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാർത്തപ്പെട്ടനാകുന്നു ദേവതായ സമയത്തും ദേവരുടെ അപേക്ഷ. ആമേൻ. കർത്താവേ, നിന്നെ വിളിച്ചുവല്ലോ. എന്നോട് മല്ലണമേ. എന്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാര്യം ചെയ്യാതെയും ഞാൻ പ്രവൃത്തികളെ ചെയ്യാതെയും ഇരിക്കത്തക്കണം. എന്റെ വായിക്ക് അവൾ കാനിയാറ്റി അതിൽ സൂക്ഷിപ്പ് കാനി നിയമിക്കണമേ. മനുഷ്യരോടുകൂടെ ഞാൻ ചെയ്യുമാറാതെ നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്തിട്ട് ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ നിലയ്ക്ക് എഴുപ്പാതിരിക്കട്ടെ. എന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷം നിമിത്തമാകുന്നു. അവരുടെ തീർത്ഥാക്കൾ പാറൻ മണിയാൾ തടയപ്പെട്ടു. യമമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. പിളർക്കുന്ന പോലെ വായിക്കേറിയ അഭ്യാസികൾ ചിതർക്കപ്പെട്ടു. കർത്താവേ, ഞാൻ എന്റെ കണ്ണ് നിന്റെ അടുക്കിലേക്ക് വിരുതി നിന്നെ ശബ്ദപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ തന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നതുവരെ അന്യായക്കാർ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. ആത്മാവുപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദത്താ കർത്താവിനോട് വിളിച്ചു. എന്റെ ശബ്ദത്താ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പായി ഞാൻ എന്റെ സങ്കടങ്ങളെ ബോധിപ്പിച്ചു. അവന്റെ മുമ്പായി ഞാൻ ഏകത്തെ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഊടുവഴികളെ അറിയുന്നല്ലോ. എന്നെ നടപ്പുള്ളവരണിക്കായികളെ വെച്ച് ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവരെല്ലാം കണ്ടു. സംഗീത സ്ഥാനം എനിക്കില്ലാതെ ആയനതയ്ക്ക് വേണ്ടി പേരും ചോദിക്കുന്ന ഏവരുമില്ല. കർത്താവേ, ജീവനോടിരിക്കുന്ന ദേശത്തിന്റെ ആശ്രയക്കാരനും ഓഹരിക്കാരനും നീ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നുണ്ട്. എന്റെ അപേക്ഷയെ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്റെ കാപ്പലാമാരായതുകൊണ്ട് അവിടെ നിന്ന് എന്നെ വിടിയിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പ്രവർത്തിക്കണമേ. നീനോട് ഉത്തരം ചെയ്യുമ്പോൾ നിന്റെ നീതിയോമാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കം, എന്റെ ഊടുകൾക്ക് പ്രകാശമാകുന്നു. നീതിയുള്ള വിധികളെ ആചരിക്കുമെന്ന് ഞാൻ ആണിയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, വചനപ്രകാരം എന്നെ ജയിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഇഷ്ടപ്പെടണമേ.
ന്യായങ്ങളിൽ നിന്ന് എന്നെ നീ പഠിപ്പിക്കണമേ. എന്റെ കയ്യിൽ ഇപ്പോഴും നിന്റെ കയ്യിലിരിക്കുന്നു. നിന്റെ വേദപ്രമാണത്തെ ഞാൻ മറന്നില്ല. പാപികളെ എന്നെ കൊടുക്കുവാൻ കെടിവെച്ചു, എന്നാൽ ഞാൻ നിന്റെ കൽപ്പനയിൽ നിന്ന് മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷ്യത്തിലേക്ക് അവകാശമായി സ്വീകരിച്ചു, എന്നാൽ അതെന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകളിലേക്ക് സത്യത്തോടെ നിവർത്തിക്കുവാനായിട്ട് ഞാൻ എന്റെ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളും അവനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളും അവനെ സ്തുതിപ്പിൻ. എന്നാൽ അവന്റെ നാമം നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നവൻ സത്യമായിട്ടും എന്നേക്ക് നമ്മുടെ കർത്താവാകുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ പ്രാർത്ഥന കേട്ടേ എൻ പിഴപാവങ്ങൾ പോക്കേ അഖിലേശ കൃപ ചെയ് എന്നിൽ നമ്മൾ വസിക്കുന്നവനും ദൈവത്തിന് നിഴലിൽ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ വൃത്തത്തിന്റെ ഇടയിൽ നിന്ന് വൃതമായ സംസാരങ്ങൾ നിന്നെ രക്ഷിക്കാം. രാത്രിയിലെ മയത്തിൽ നിന്ന് മലപ്പുറക്കുന്ന സ്ത്രീകളിൽ മിരട്ടിൽ സഞ്ചരിക്കുന്ന മരത്തിൽ നിന്ന് ചുലുവന്നതായ കാറ്റിൽ നിന്ന് ഭയപ്പെടയില്ല. അവർ നിങ്ങളിൽ കിടക്കയില്ല, എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് ദുഷ്ടന്മാർ പോരുന്നതായി പ്രതികാരത്തെ നീ കാണും. ദോഷം നിന്നോട് അടുക്കുകയില്ല, ശിക്ഷ നിന്നോട് ആർത്തിനെ സമീപിക്കുകയുമില്ല. എന്റെ കാലിൽ നിനക്ക് ഇടച്ചുണ്ടാതിരിപ്പാനായി അവർ തങ്ങളുടെ വചനങ്ങൾ കൊണ്ട് നിന്നെ വഹിക്കാം. അവൻ നിന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവന്റെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കാം. ഞാൻ അവനെ തൃപ്തിയാക്കും, രക്ഷ ഞാൻ അവനെ കാണിക്കുകയും ചെയ്യാം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നാകുന്നു. എന്നാൽ ഇസ്രായേൽ ആൾക്കാർ നിൽക്കുന്നൊന്നുമില്ല, ഉറങ്ങുന്നുമില്ല. സൂര്യനെങ്കിൽ രാത്രി ചന്ദ്രനെങ്കിൽ നിന്നെ ഉപദ്രവിക്കുകയില്ല. അവന്റെ അവനത്തെയും എന്നേക്കും കാത്തുള്ള ദൈവമേ സൂര്യക്ക് യോഗ്യമാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിൻമൂലം മാതാമുൽ മൂലം മുൽമീനാമീൻ. മഹോന്നതമുറിൽ വസിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ കരുണയാ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. രാജാ, ഞങ്ങൾ രക്ഷകനമായ വിശ്യാതുമനാനെ നിറപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യ പുണ്യം നിറയുന്ന രാവ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ മറക്കണമേ, നിന്റെ കൃപ ഞങ്ങളുടെ മുന്നിൽ നിൽക്കണമേ. നിന്റെ ശ്ലീമാ ദുഷ്ടനിൽ നിന്നും അന്യസ്ഥല സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഞങ്ങളുടെ ലോഴമാറാണമേ, നിങ്ങളുടെ വേഷിക്കുന്ന ആത്മാക്കൾക്ക് സന്നോരക്ഷയും നീ നൽകണമേ. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധീയമായി നിങ്ങൾ അവൻ ക്രിസ്ത്യാനി സ്തുതി പാർക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാതെയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തിൽ പിതാ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയിലാകുന്നു സാരാംശ പിതാവിനോട് സ്വന്തമുള്ളവനും തന്നാസാലവും നിർമ്മിച്ചവനും മനുഷ്യനായി ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ദൃശ്യപ്രകാരം സർവ്വത്തിറങ്ങി വിശ്വറുവാമൂലം ദേവതായ വിശകന്യമറിയാവുന്ന ശരിയായി തീർന്ന മനുഷ്യനായി വ്യത്യസ്തമില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷായം ഉപയോഗിച്ച് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തിനേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന് വലുതാതിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവനും വിധിപ്പാൻ തന്റെ വലിയ ബോധത്തോടെ ഇനി പരിഹാരിക്കുന്നതിന് രാജ്യത്തിന് അവസാനം എല്ലാത്തിനും യേശുവിശായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്ത് ജീവിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനും ജീവനും വിശുദ്ധുള്ള ഏറുവായാലും കാതലിയും സ്ത്രീയായും അടുത്തായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവോചത്തിന്റെ മാമോദീസ ഒന്ന് മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞു മരിച്ചു പിന്നെ ഇനിയും വരാൻ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കും. അവൻ പാർക്കുമ്പോൾ പരിശുദ്ധന്മാരെ നിങ്ങൾ കാരുണ്യവാനായ ദൈവത്തിന്റെ മുമ്പാകെ ഈ കുടുംബത്തെയും വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മകനെയും സമർപ്പിച്ച് നമ്മുടെ തലകളെ വണങ്ങി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് എഴുന്നള്ളി വന്നതുപോലെ ഈ ഭവനത്തിൻ്റെയും എല്ലാ കുറവുകളിലേക്കും അവിടെ നിറങ്ങി വന്ന് കർത്താവ് ഏറ്റവും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനരാത്രങ്ങളായി ഈ സൽക്കാര ദിവസങ്ങളും കർത്താവ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മകനെയും മകളെയും അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് ഈ മക്കളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമായി ആദിയിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവമേ നീ സ്ഥാപിച്ചതുപോലെ തക്ക തുണയായി ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ദൈവമായ കർത്താവ് ഞങ്ങൾ വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. കർത്താവെ സകലവും അങ്ങേ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയും മാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്ഷമിക്കണമേ, കൃപ നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളോടുകൂടെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും വിശുദ്ധാത്മാവിന് സംബന്ധവും സഹവാസവും ദൈവമായ കർത്താവേ ഞങ്ങളെല്ലാവരോടുകൂടെയും പ്രത്യേകാൽ ഞങ്ങൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോടുകൂടെയും ദൈവമേ എന്നും ഇന്നാൾ ഞങ്ങളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ഈ സമയം പ്രിയപ്പെട്ട മകന്റെ മധുരം വെപ്പ് ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന പോലെ, നമ്മളൊക്കെയും ചിന്തിക്കുന്നത് പോലെ ഇത് ചടങ്ങുകൾ മാത്രമല്ല, മറിച്ച് ഇതിലൂടെയൊക്കെയും നാം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പൂർവികർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് പ്രിയപ്പെട്ട മണവാളനെ എതിരേറ്റ് കൊണ്ടുവന്നു. കിഴക്ക് നിന്നാണ് പ്രിയപ്പെട്ട മണവാളനെ എതിരേറ്റ് കൊണ്ടുവന്ന് കിഴക്കുന്ന് വന്ന മണവാളനെ എതിരേൽക്കുവാനായിട്ട് പ്രിയപ്പെട്ട ആൻറ്റി തിരികൾ കത്തിച്ച് പിടിച്ച് അവിടെ എതിരേറ്റു.
ഇതൊരു അന്ധവിശ്വാസമോ അല്ലെങ്കിൽ ദുരാചാരമോ അല്ല, മറിച്ച് നമുക്ക് വേണ്ടിയും ഒരു മണവാളൻ യേശുക്രിസ്തു കിഴക്ക് നിന്ന് വരുവാനായിട്ട് ഉണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം എല്ലാവരും എൻ്റെ മണവാട്ടിയായി പറന്നു പോകുവാനും എല്ലാ കാര്യങ്ങളുടെയും ആരംഭം യേശുക്രിസ്തുവിനോട് കൂടെ ചേർത്ത് വെക്കുകയും ചെയ്യുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ ഏറ്റവും അവസാന വാക്കുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പടകിൽ കയറി യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരും യേശു കർത്താവും. പടകിൽ കാറ്റും കോളും അടിച്ചു. നമുക്കൊക്കെയും അറിയാവുന്നതാണ്. ശിഷ്യന്മാർ അവിടെ ഭയന്ന്, അവർ പേടിച്ച് ഗുരുവിനെ വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് സങ്കടം ഒന്നും ഇല്ലയോ? അവരുടെ വിശ്വാസക്കുറവിനെ ശാസിച്ചുകൊണ്ട് കാറ്റിനെയും കടലിനെയും യേശു തമ്പുരാൻ ശാന്തമാക്കും. പ്രിയപ്പെട്ട മകന് ഇന്ന് ഈ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തരുവാനുള്ള ഒരു ഉപദേശം, കാറ്റും കോളും നിറഞ്ഞതാണ് ജീവിത യാത്ര എന്ന് പറയുന്നത്. ഒരു കടലിന് സമമാണ് ജീവിതമെങ്കിൽ അതിൽ തിരമാലകളും ശക്തമായതും ചെറുതും വലുതുമായ ഓളങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ സ്വന്തമായിട്ട് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. മറിച്ച് ഉറങ്ങാത്ത കർത്താവ്, നമ്മൾ അല്പം മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ, ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഉറങ്ങാത്ത ഒരു കർത്താവിനെ കൂട്ടുപിടിച്ച് ഇന്ന് നാം കൊടുക്കുന്ന ഈ മധുരം പോലെ എന്നും എന്നാളും ജീവിതത്തില് മധുരം മാത്രമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോഴും ദൈവത്തെ കൂട്ടുപിടിച്ച് മധുരം മാത്രമുള്ള അല്ലെങ്കിൽ സന്തോഷം മാത്രമുള്ള ഒരു ജീവിതമാകട്ടെ എന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആശംസിക്കുമ്പോൾ ഇപ്പോൾ ഈ മധുരം വെപ്പ് ഇവിടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. दिल की सुने दुनिया को भूल कर तेरे ख्वाब बुने तुझ में और खुदा में कोई फर्क न जाने हम तो दीवाने दीवाने तेरे दीवाने हैं दीवाने हम तो दीवाने दीवाने तेरे दीवाने हैं दीवाने तुझ में और खुदा में कोई फर्क न जाने हम तो दीवाने दीवाने तेरे दीवाने हैं दीवाने 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 तेरे हमको गुमाही तेरे दीवाने 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 तेरे हमको
मेरा टूटे, जुड़ के ना फिर कभी रिश्ता हमारा टूटे। रातों का पता नहीं कब सवेरे हुए, वक्त भी देखा ना जब से तेरे हुए। तुझे अपना है कहना वे मैं तेरे नाल रहना, देखने के तुझे हम ढूंढे बहाने, हमको दीवाने दीवाने